മരിക്കുന്നതിന് മുമ്പിട്ട് വീട് വെച്ച് കിടന്നു പോകുന്നത് ആഗ്രഹമുണ്ട്. അങ്ങേര് പറയുന്നത് അങ്ങേര് മരിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചു വീട് ആരെങ്കിലും വെച്ച് തന്നിട്ട് അങ്ങേർക്ക് അതിനകത്ത് കിടന്ന് മരിക്കണമെന്ന്. പിന്നെ നിങ്ങൾ നല്ലവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് തന്ന ഉപകാരം. മാനദണ്ഡങ്ങളുടെ കുരുക്കിൽപ്പെട്ട് അടച്ചുറപ്പുള്ള വീടിനായി വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് ഇവിടെ. പൗത്രേശ്വരം പഞ്ചായത്തിലെ ചെറുപൊയ്ക 15-ാം വാർഡിൽ രജനി ഭവനിൽ രാധാമണി അമ്മയാണ് ഈ ഹതഭാഗ്യ. എല്ലാരും നോക്കുമ്പോ നാണ്ട് ഈ ഹാള് മാത്രം ഇങ്ങനെ കാണും. ഞങ്ങൾ രണ്ടുപേരും നാണ്ട് ഇതിനകത്തോ ഇങ്ങനെ കിടക്കുന്നത്, അല്ലാതെ എങ്ങോട്ടും കയറി കിടക്കാനോ എടുക്കാനോ ഒന്നും സ്ഥലമില്ല. എങ്ങനെങ്കിലും ഇത് കാണുന്നവരെങ്കിലും ഒരു കൊച്ചു കൂര വെച്ച് തന്നെങ്കിൽ. ഇവിടെ എല്ലാം ഉണ്ടോ പൊളിഞ്ഞിരിക്കുവാ, കണ്ടോ? അവിടെ എല്ലാം ഇനി ഇടിഞ്ഞു വീഴണ്ട. അവിടെ കമ്പിയൊക്കെ അടിച്ചു വെച്ചേക്കുക. ആ ഷീറ്റെല്ലാം കാറ്റത്ത് ഒരു ഉറപ്പിന് വേണ്ടി ഇതെല്ലാം തോന്നിത്ര പാത്രങ്ങൾ കുറച്ച് വെച്ചു. ഇതൊക്കെ കണ്ടാലും നമുക്ക് ആ ജനലാണെങ്കിൽ എനിക്ക് പേടിയാ, എപ്പോഴാ അത് വീഴുന്നതെന്ന് അറിയത്തില്ല. ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക, ചാണകത്തറയല്ലയോ. എനിക്കുള്ള വിഷയം, എനിക്കൊരു വീടില്ല. ഞാൻ ആ പഞ്ചായത്തിലേക്ക് 10 വർഷം കൊണ്ട് അപേക്ഷ കൊടുക്കുന്നു. എല്ലാവരും പറയും എനിക്ക് ഒന്നാമതുണ്ടെന്ന്. പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ എനിക്കില്ല. അങ്ങനെ ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പർ കയറിയപ്പോൾ ഒന്നാമതുണ്ടെന്നും പറഞ്ഞ് കയറി. എനിക്ക് ചെന്നപ്പം ഗ്രാമസഭയിൽ ചെന്നപ്പോൾ എനിക്ക് 32ാമത് കിടക്കുക 15-ാം വാർഡിൽ. കാരണം തിരക്കിയപ്പോൾ പറഞ്ഞ് എനിക്ക് പ്രായം, എൻ്റെ വയസ്സ് പഞ്ചായത്തിൽ ചെന്നിട്ടില്ലെന്ന് ലൈവിന് കൊടുത്തേ. അതിനെല്ലാ രേഖകളുമായിട്ട് പഞ്ചായത്തിൽ ചെല്ലാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാവരും ഇതുപോലെ പറഞ്ഞ് കളക്ടർക്ക് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കളക്ടറേറ്റിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ഫോട്ടോയും എല്ലാം എടുത്ത് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പഞ്ചായത്തുകാർ എനിക്കൊരു കത്ത് വിട്ട്, കളക്ടറുടെ പേപ്പർ കിട്ടി, എനിക്ക് 334ാമത് കിടക്കുവാന്ന് വീട്. അങ്ങനെ പിന്നെ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ ഉണ്ട് കൊല്ലത്തുനിന്ന് സെക്രട്ടറി എനിക്കൊരു എഴുത്തയച്ചേക്കുന്നു, അത് 334 കിടക്കുവാന്ന് പറഞ്ഞു. പിന്നെ ഞാനെന്താ വേണം, ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഇങ്ങനെ. ഞങ്ങളുടെ കൂട്ട് എന്നെക്കാട്ടിലും നല്ല വീടുള്ളവർക്കൊക്കെ ഉണ്ട്. ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് വികലാംഗയുണ്ട്, സുഖമില്ലാത്തവരുണ്ട്, വിധവകളുണ്ട്, അതുകൊണ്ടൊക്കെ അവർക്ക് കൊടുക്കുന്നതെന്ന്. ഇപ്പോഴത്തെ 2ാമത്തെ ലിസ്റ്റിലും എനിക്കില്ല. പിന്നെ ഇനി ഞാൻ ആരോടാ പറയേണ്ടത്? എനിക്കറിഞ്ഞൂടാ. മെമ്പറോടെ ചോദിച്ചപ്പോൾ പറഞ്ഞു മെമ്പർക്ക് യാതൊരു ഉത്തരവാദിത്വവും പഞ്ചായത്തിൽ നിന്ന് ഒരു വീടിന് തരാനുള്ള അവർക്കില്ലെന്ന്, ഗവൺമെൻറ്റാ തരേണ്ടതെന്ന്. ഗവൺമെൻറ്റുകാരും ഇങ്ങനെ വന്നില്ല. ഇവിടുന്ന് പിന്നെ ഗ്രാമസഭയിൽ ആദ്യമേ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പം ഇതുപോലൊരു വീടിന് 1ാമത് അർഹതയുള്ളതാന്ന് പറഞ്ഞു, ഇതിനൊന്നും എഴുതിക്കൊണ്ട് പോകാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടും പോകണൊക്കെ എനിക്ക് കിട്ടുന്നില്ല. ഈ 334ാമത് കിടക്കുവാന്ന് പറഞ്ഞു. ജോലിയൊന്നുമില്ല, സുഖമില്ല, ശ്വാസം മുട്ടല. പിന്നെ ഞാനില്ല, ആഫീസിൽ പോയി കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കഴിയുക. 2 പെൺമക്കളുണ്ടായിരുന്നു. ഒരാൾക്ക് വണ്ടി ബസ് എഴുതി കൊടുത്തു, ഒരാൾക്കിത് മരണശേഷം വെച്ചേക്കും 8 സെൻറ്റ്. ഇളയാൾ വാടകയ്ക്കാം, 15 വയസ്സുണ്ട് മോക്ക്. അവർക്ക് ഞങ്ങളെങ്ങനെ സംരക്ഷിക്കാൻ വാടക വീട്ടിൽ സ്ഥലമില്ല. ഇല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോയി 7 വർഷം ഞങ്ങളെ കൊണ്ടുപോയി. പഞ്ചായത്ത് മെമ്പർ കത്ത് വരെ തന്നത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. വാടകയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞ് കളക്ടറേറ്റിൽ കൊടുക്കാൻ അങ്ങനെയൊക്കെ കൊടുത്തതാ. എന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങേര് പറയുന്നത് അങ്ങേര് മരിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചു വീട് ആരെങ്കിലും വെച്ച് തന്നിട്ട് അങ്ങേർക്ക് അതിനകത്ത് കിടന്ന് മരിക്കണമെന്ന്. പിന്നെ നിങ്ങൾ നല്ലവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് തന്ന ഉപകാരം. ഈ ഫോട്ടോയും കൊണ്ടാണ് ഞാൻ കളക്ടറേറ്റിലും പഞ്ചായത്തിലും ചെന്നത്. ഇതിന്റെ മേളിലാ. ഇത് അവിടുന്ന് സ്റ്റുഡിയോയിൽ നിന്ന് വന്നെടുത്തതാ. അന്ന് പഞ്ചായത്ത് മെമ്പർ എനിക്ക് കണ്ട എഴുതി തന്ന കത്താ, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നെന്നും പറഞ്ഞു കൊടുക്കാൻ. ഞാനിതെല്ലാം വെച്ചേക്കുമായിരുന്നു. വീട് കിട്ടുന്നില്ല. ഇതെല്ലാം അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് വീടില്ല. ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈവിന് കൊടുത്തപ്പോഴും അവർ പറയുന്നത് എനിക്ക് അതിനകത്ത് പ്രായമില്ലെന്ന്. അതിന്റെ ഞാൻ അതിന്റെ കോപ്പി ഞാൻ വെച്ചിട്ടുണ്ട്, ലൈവിന് കൊടുത്തതിന്റെ.
അതിന്റെ കോപ്പി ഇരിപ്പുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് പ്രായമുണ്ട്. പക്ഷെ പഞ്ചായത്തിൽ വന്നപ്പോ ഞങ്ങൾക്ക് പ്രായമില്ലെന്ന്. പിന്നെ ഞാനെന്തോ പറയുന്നേ, എനിക്ക് ആർക്കോ വീട് കൊടുത്തോട്ട് എനിക്ക് അതിനൊരു പ്രശ്നവും ഇല്ല. ഞങ്ങൾക്ക് ഇങ്ങനെ കിടക്കുന്ന ഞങ്ങൾക്കൊരു കൊച്ചു വീട് തരാത്തത് എന്താന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ 334 വീട് കിട്ടുന്ന എത്ര വർഷം കഴിയണം? അപ്പോഴത്തേക്കിനും ഞങ്ങൾ രണ്ടുപേരും അങ്ങ് മരിച്ചു പോകത്തില്ലേ? ഇപ്പൊ 5ഓ 10ഓ വീടെല്ലാം കൊടുത്തു തുടങ്ങിയുള്ളൂ. 334 എത്ര വർഷം കഴിയണം? 76 വയസ്സുണ്ട് നേരിട്ട്. പിന്നെ പോയി അമ്മ പിന്നെ പഞ്ചായത്ത് അന്വേഷിക്കുമല്ലോ ഇല്ല, പിന്നെ ഇതുവരെ എത്ര വീടായെന്നല്ലോ? അല്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെയല്ലേ തന്നേക്കുന്നേ 334. പിന്നെ ഞാൻ എന്തിനാ പോയി ചോദിക്കുന്നേ? എന്ന് ചോദിച്ചാലും അവര് ഗവൺമെന്റ് തരുന്നേന്നാ പറയുന്നത്. അസുഖങ്ങളൊക്കെ എന്തോ? ശ്വാസം മുട്ടുണ്ട്, പിന്നെ പനി, ഇതുപോലെ പിന്നെ ഒന്നും കുറച്ചു നേരം നടക്കാനൊക്കത്തില്ല. നടക്കുമ്പോഴത്തേക്കിന് ശ്വാസം മുട്ടും. അതിനില്ലേ മൂക്കി പിടിക്കുന്ന മരുന്ന്, അതെല്ലാം ES എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നല്ല മൂക്കി മരുന്ന് ഒഴിച്ചേക്കുക. പിന്നെ ശരീരം മൊത്തം വേദനയുണ്ട്. അതിന് ഓയിൽമെന്റ് ഒക്കെ വാങ്ങിച്ച് നിത്യവും മരുന്നാ. എസംപുരത്തുനിന്നായിരുന്നു വാങ്ങിക്കുന്നത്. ഇപ്പൊ പിന്നെ ES പോയി വാങ്ങിക്കുന്നു. മരുന്നില്ലാതെ ഒരു സമയവും ഇല്ല. ഏത് സമയം നടുവേദനയും ശരീരം വേദനയും. പിന്നെ ഞാനങ്ങ് ഇറങ്ങി പോകുമ്പോൾ ഒറ്റയ്ക്കല്ല ഉള്ളത്. എനിക്കിത് കാറ്റൊക്കെ അടിക്കുകയും മഴ പെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് പേടിയാ. ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമല്ലയോ, ആ ഒരു വിഷമമുണ്ട്. നേരത്തെ ജോലി കടകളിലൊക്കെ നിൽക്കത്തേ ഉള്ളു. ചായ ഒഴിക്കാനും പത്തിരി ഇടാനും ഒക്കെ നിൽക്കുന്നതായിരുന്നു. അല്ല സ്ഥിരം ഒരു ജോലിയില്ല. പുത്തു ബാറിലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ വയ്യ. ഇപ്പൊ 6-7 വർഷം കൊണ്ടേ ഒരു ജോലിക്കും പോകുന്നില്ല. ഈ ഒരു പ്രശ്നമാണ്. ഒരു വീടില്ല. എപ്പോഴും ഇതുകൊണ്ട് പറയും, 4 വഴിക്കും നല്ല വീടുകളുണ്ട്, നമുക്ക് മാത്രം ഇല്ലല്ലേ, നമ്മളെ മാത്രം സഹായിക്കാൻ ആരും ഇല്ലല്ലേ എന്നും പറഞ്ഞ് എന്നും ഇരുന്നുകൊണ്ട് പറഞ്ഞില്ല. ചേട്ടന്റെ പേരെന്തുവാ? ശ്രീധരൻ പിള്ള. സ്ഥലം പട്ടാഴി. രാധാമണി. അമ്മയുടെ സ്ഥലം ഇവിടെ അല്ലേ? എന്റെ സ്ഥലം കൈതക്കോടാ. ഞങ്ങൾ ഇവിടെ വന്ന് വാങ്ങിച്ചതാ ഈ വസ്തു. താഴെ കിടക്കുന്ന കുറച്ച് വസ്തുവേ ഉള്ളൂ. താഴെ കിടക്കുന്ന മൂത്ത മോക്കും എഴുതി കൊടുത്ത്, ഇത് ഞങ്ങളുടെ മരണശേഷം ഇളയ മോക്ക്. നാമക്കളൊന്നും ഇല്ലല്ലേ. എന്നാൽ ഈ പാർട്ടിക്കൊന്നും നടക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല. എന്നിട്ടും ഞങ്ങൾ പാർട്ടി അടിസ്ഥാനത്തിൽ കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിനും പോകുന്നില്ല പഞ്ചായത്തിൽ ഞങ്ങൾ. എന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ കഴിഞ്ഞ മെമ്പർ ഇരുന്നപ്പോഴും എന്നെയും കൊണ്ട് ഒരുപാട് അപേക്ഷകൾ കൊടുത്ത്, താണ്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവസാനം അവരങ്ങ് ഇറങ്ങി. അങ്ങനെ അന്ന് അതിന് മുമ്പിരുന്ന മെമ്പർ കളക്ട്രേറ്റിലേക്ക് ഞങ്ങളെ കൊണ്ടൊരു അപേക്ഷ കൊടുപ്പിച്ചായിരുന്നു. അന്നേരം വില്ലേജ് ഓഫീസർ അന്നിരുന്ന വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് അന്വേഷിച്ചതൊന്നുമില്ല. അങ്ങനെ എൻ്റെ ഇളയ മോളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് വീടുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ വീടിന് അപേക്ഷിച്ചതെന്ന്. അന്നേരം അവൾ ചോദിച്ചു, സാർ ഇവിടെ വന്നോ? ഇവിടെ വന്നില്ലല്ലേ. അങ്ങനെ ഇവിടെ ശാലി എന്ന് പറയുന്നൊരു കൊച്ചായിരുന്നു അവിടെ അസിസ്റ്റന്റായിട്ട് വില്ലേജ് ഓഫീസിൽ. അയാളെ പറഞ്ഞു, ആ കൊച്ചിനെ പറഞ്ഞു വിട്ടപ്പോൾ ഞങ്ങൾ മുട്ടുമ്മ വെള്ളത്തിൽ ആ ചായപ്പി നിൽക്കുക. അത് അന്നേ പറഞ്ഞു. ഇവിടെ ആരോ ചെന്ന് പറഞ്ഞിട്ടാ വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് അന്വേഷിക്കാതെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പിള്ളേർ 2 എണ്ണം ഒന്നിനും പോകുന്നവരല്ല. പിന്നെ ഞാനെന്തോ പറയേണ്ടത്? മെമ്പറോട് ഇത് ഇങ്ങനെ 32ാമത് 15ാം പാർട്ടി 32ാമത് കിടക്കുക ഞങ്ങളുടെ വീട്. 32 വീടേ ഉള്ളൂ 15ാം പാർട്ടി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ 32ാമതാ എൻ്റെ പേര്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, ലൈഫിന് കൊടുത്തതിന് എനിക്കുള്ള ഞങ്ങളുടെ 2ൻ്റെയും വയസ്സില്ലെന്ന്. അങ്ങനെ വയസ്സ് തെളിയിക്കുന്നതിന് ഇവിടുന്ന് ഞാൻ പൈസ ഇല്ലാതെ നിനക്ക് വീടിൻ്റെ ഫോട്ടോയും എടുപ്പിച്ച് പിന്നെ ആധാറും എല്ലാം കൂടെ കോപ്പി എല്ലാം കൂടെ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത്. എന്നിട്ടും ഒരനക്കവും ഇല്ല. പിന്നെ ഒട്ടും വയ്യാഞ്ഞെങ്കിൽ ഇതുപോലെ ഓരോരുത്തർ പറയുന്ന കേട്ടും കൊണ്ട് ഞാൻ പിന്നെ കളക്ടറേറ്റിൽ പോയത്. അവിടെ ഈ ഫോട്ടോ കണ്ടപ്പോഴേ ആ കളക്ടർ എന്നോട് ചോദിക്കുന്നു, ഈ വീടാണോന്ന്. പക്ഷെ പഞ്ചായത്തിൽ വന്നപ്പം ഇവിടെ ആരും അന്വേഷിക്കാൻ കളക്ടറും വിട്ടില്ല. പഞ്ചായത്തിൽ വന്നതാ. അവിടുന്ന് എനിക്ക് കണ്ട ലെറ്റർ വന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്കുള്ള അർഹത പിന്നെ മുന്നോക്കോ അങ്ങോട്ടുള്ള അർഹത എനിക്ക് 334ാമത്തെ വീടാണ് എന്നും പറഞ്ഞാ എനിക്ക് തന്നത്. എല്ലാവർക്കും നമസ്തേ. ഞാൻ 15ാം വാർഡിലെ മെമ്പറാണ് രജനി.
ഇപ്പം രാധാമണിയമ്മ രഞ്ജിനി ഭവനം ആ അമ്മയ്ക്ക് വീടില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഉള്ള ഒരു ഷെഡ് പോലൊരു വീട്ടിലാണ് ആ അമ്മയും അച്ഛനും അന്തി ഉറങ്ങുന്നത്. അത് ഏത് നിമിഷവും നിലം പൊത്തുന്ന അവസ്ഥയിലുള്ളതാണ്. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി, മുന്നുള്ള ഭരണസമിതിയിലൊക്കെ ഒരു വാർഡിൽ ഇത്ര വീട് എന്നുള്ള നിലയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഒരു പഞ്ചായത്തില് ഒരു വാർഡിൽ ഇത്ര വീടെന്നുള്ള നിലയിലല്ല മാനദണ്ഡങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള മാനദണ്ഡ പ്രകാരം മാത്രമാണ് ഇപ്പോൾ ഓരോ വാർഡുകളിലും വീടുകൾ വന്നിട്ടുള്ളത്. അതിൽ ഒരു വീട് പോലും കിട്ടാത്ത വാർഡുകളുമുണ്ട്, 2, 3, 4, 5 വീടുകൾ കിട്ടിയ വാർഡുകളുമുണ്ട്. എന്റെ വാർഡിൽ 3-4 വീട് കിട്ടിയിരുന്നു. പക്ഷെ അതെല്ലാം മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീടുകൾ കിട്ടിയത്. മാനദണ്ഡം എന്ന് ഉദ്ദേശിക്കുന്നത് വിധവകള്, അംഗവൈകല്യം സംഭവിച്ചത്, മാനസിക രോഗികള്, ഹൃദ്രോഗം, അതേണക്കുള്ള ഗുരുതരമായ രോഗമുള്ളവർ, ഇവരെയൊക്കെയാണ് ആ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് അങ്ങനെയുള്ള പ്രയോറിറ്റികൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ആ അമ്മ ഈ ഒരു മാനദണ്ഡത്തിൽ ഉൾപ്പെടാതെ പോയത്. പക്ഷെ സർക്കാരിന്റെ കണ്ണില് അവർക്ക് മാനദണ്ഡം ഇല്ല എന്നുള്ളത്, വീടില്ല എന്നുള്ളത് ഒരു മാനദണ്ഡം ഉൾപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ ആ അമ്മയ്ക്ക് വീട് കിട്ടിയാനേ ആയിരുന്നു. ഈ ഒരു ലിസ്റ്റിനകത്തുനിന്ന് അമ്മയ്ക്ക് വീടുണ്ട്, പക്ഷെ ആ ഒരു മുൻഗണനാ ലിസ്റ്റ് വരുമ്പോൾ അമ്മയ്ക്ക് ഇതിന് പുറകിലാണ് വീടിന്റെ നമ്പർ കിടക്കുന്നത്, നമ്പർ ക്രമം കിടക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ നിന്ന് എല്ലാ ആൾക്കാർക്കും വീട് നൽകുമെന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ദുരന്തം, പ്രളയം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ഈ ഒരു കാര്യം മുൻപോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീടിന്റെ ഇത്രയും താമസം വരുന്നത്. പിന്നെ ഈ ഒരു വാർത്ത കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സ് തോന്നുകയാണെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു വീട് നൽകണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന.